ബാലതാരമായി വന്ന് ബിഗ് സ്ക്രീനിൽ ഇടം നേടിയ താരം ബിഗ് സ്ക്രീനിൽ തിളങ്ങി കുട്ടിത്താരങ്ങൾ വളർന്നു വലുതാകുമ്പോൾ അവരെ വീണ്ടും കാണാൻ സിനിമാ പ്രേമികൾക്ക് ഏറെ താല്പര്യവും ഇഷ്ടവും ഒക്കെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സിനിമയിലെ കുട്ടിത്താരങ്ങളെ കേന്ദ്രീകരിച്ച് വൻതോതിൽ വൈറലാകുന്ന അത്തരമൊരു ട്രെൻഡുണ്ട്. ജസ്റ്റ് ഒന്ന് വളർന്നു എന്ന പേരിലാണ് ഈ പുതിയ ട്രാൻസ്ഫോർമേഷൻ റീൽസ് തരംഗമായി മാറുന്നത്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഉൾപ്പെടെ അതിവേഗം പടരുന്ന ബാലതാരങ്ങളായി മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചവർ ഇന്ന് മുതിർന്നതിന് ശേഷമുള്ള തങ്ങളുടെ അമ്പരപ്പിക്കുന്ന രൂപമാറ്റം ആരാധകരുമായി പങ്കുവയ്ക്കുന്നതാണ് ഈ ട്രെൻഡിന്റെ പ്രധാന ആകർഷണം. കേരള സംസ്ഥാന അവാർഡും പിന്നീട് കുഞ്ഞുദൈവം എന്ന ചിത്രത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡും നേടി മലയാള സിനിമയിൽ തിളങ്ങിയ ആദിഷ് പ്രവീൺ എന്ന വേറിട്ട ട്രെൻഡ് തുടക്കം കുറിച്ചു. ഒട്ടനവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത ആദിഷ് തന്റെ കുട്ടിക്കാലത്തെ പഴയൊരു അഭിമുഖ വീഡിയോയും ഇപ്പോഴത്തെ പുതിയ ചിത്രങ്ങളും കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ റീല് പങ്കുവച്ചത്. ചേഞ്ച് വേണമത്രേ ചേഞ്ച് എന്ന രസകരമായ കുറിപ്പോടെ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ നിമിഷങ്ങൾക്കകം വൈറലായി. ആദിഷിന്റെ ഈ രൂപമാറ്റം കണ്ട് അത്ഭുതപ്പെട്ട ആരാധകർ സ്നേഹവും കൗതുകവും നിറഞ്ഞ കമന്റുകളുമായി പോസ്റ്റ് ഏറ്റെടുത്തു. ആദിഷിന്റെ റീൽ വലിയ ഹിറ്റായതിനു തൊട്ട് പിന്നാലെ ഈ ട്രെൻഡിലേക്ക് എത്തിയത് സൂപ്പർ ഹിറ്റ് ചിത്രം പുലിമുരുകനിൽ മോഹൻലാലിന്റെ മകളായി അഭിനയിച്ച ചക്കിയാണ്. ജസ്റ്റ് ഒന്ന് വളർന്നു എന്ന കൃത്യമായ അടിക്കുറിപ്പോടെ തന്നെയും ദുർഗയും തന്റെ കുട്ടിക്കാലത്തെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ എല്ലാവരും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാക്കി മാറ്റുന്നതും ഇപ്പോൾ ആദിഷിന്റെ ചിത്രങ്ങൾ തന്നെയാണ്. വളരെയധികം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ആദിഷ് പ്രവീൺ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമായി മാറിയിരിക്കുന്നു എന്ന് കൂടി പറയാം. ആദിഷ് പ്രവീണിനെ കുറിച്ചുള്ള വാർത്തകൾ, അദ്ദേഹം ഇപ്പോൾ എന്തു ചെയ്യുന്നു അടക്കമുള്ള ചോദ്യങ്ങൾ എല്ലാവരും ചോദിച്ചെത്തുന്നുണ്ട്. 24K ഫോളോവേഴ്സോടെ തന്നെ അദ്ദേഹം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമായി തന്നെ നിൽക്കുന്നു എന്ന് കൂടി പറയാം. വിപിൻ ആട്ട്ലി സംവിധാനം ചെയ്ത ബെൻ എന്ന ചിത്രത്തിലൂടെയാണ് ആദിഷ് പ്രവീൺ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. ഒട്ടനവധി സിനിമകൾ തന്നെ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട് എന്നത് നമുക്ക് പറയേണ്ടി വരും. കോലുമിട്ടായി, ഒരു മുത്തശ്ശി കഥ, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, ബെൻ തുടങ്ങി നിരവധി സിനിമകളാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത്. 2017 മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് കൂടി ലഭിച്ചതിന് ശേഷം പിന്നീട് ആരും താരത്തിനെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എവിടെയായിരുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റെടുക്കുന്ന വാർത്തകൾ വൈറലാവുകയും ചെയ്തു. ഇപ്പോൾ 17 വയസ്സുള്ള ഒരു വലിയ ചെറുപ്പക്കാരനായി മാറിയിരിക്കുകയാണ് ആദിഷ് പ്രവീൺ. പഠിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടും പലരും എത്തുന്നുണ്ട്. പലരും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആദിഷ് പ്രവീണിന്റെ വാർത്തകൾക്കായി കാതോർത്തിരിക്കുകയാണ്. 2008 ഓഗസ്റ്റ് 4 ആദിഷ് പ്രവീൺ ജനിച്ചത്. പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി തുടങ്ങിയത് ഇപ്പോഴാണെന്ന് മാത്രം. 2015 തുടങ്ങിയ അഭിനയ കലാ തന്നെയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ 2025 എത്തിച്ചത് എന്നുകൂടി നമ്മൾ പറയണം. അച്ഛനും അമ്മയും വളരെയധികം നന്നായി സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സിനിമയിൽ എത്താനും അതുപോലെ തന്നെ വളരെ നന്നായി തന്നെ സിനിമയിൽ അഭിനയിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.